الحمد لله رب العالمين نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ തഖ്വ ഉള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. യൂറോപ്പിലെ ഒരു മത പുരോഹിതനായിരുന്ന ജൂത മത പുരോഹിതനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ലിയോപോൾഡ് വെയ്സ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി. ലിയോപോൾഡ് വെയ്സ്, അദ്ദേഹത്തിന്റെ ചരിത്രം മീഡിയകളിൽ ഇന്റർനെറ്റിലൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ അതിവിശാലമായി ലഭിക്കും. അദ്ദേഹം യൂറോപ്പിന്റെ സംഭാവനയാണ്. ഇസ്ലാമിക ലോകത്തേക്ക് യൂറോപ്പിന്റെ സംഭാവന എന്നാണ് പിൽക്കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടത്. ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. കവി മുഹമ്മദ് ഇഖ്ബാലുമായി അദ്ദേഹം ബന്ധം പുലർത്തിയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൽ ചെറുതല്ലാത്ത ഒരു പങ്ക് ഉണ്ടായിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിന്റെ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുണ്ട്. 8-ലധികം ഭാഷകൾ അദ്ദേഹത്തിന് അനായാസം കൈകാര്യം ചെയ്യാൻ അറിയും. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ്. അദ്ദേഹം ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ, മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിന് കാത്തിരിക്കുമ്പോ ആളുകളുടെ മുഖം ഒക്കെ ഒന്നിങ്ങനെ ശ്രദ്ധിച്ചു. എന്തോ ഒരു, അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ശ്രദ്ധിക്കാൻ നേരല്ല ഞെറ്റ. ആളുകളുടെയൊക്കെ മുഖം ഒന്നിങ്ങനെ ശ്രദ്ധിക്കാം. അപ്പൊ എന്തോ ഒരു വല്ലായ്മ അദ്ദേഹത്തിന് തോന്നി. മനസ്സിലാകണില്ല. ട്രെയിനിൽ കയറിയപ്പോഴും ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഓരോരുത്തരെയും വീക്ഷിച്ചപ്പോ ഓരോരുത്തരുടെയും മുഖഭാവത്തിൽ നിന്ന് എന്തൊക്കെയോ ഒരു അസാധാരണത്വം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടുകയാണ്. അങ്ങനെ അദ്ദേഹം വീട്ടിൽ വന്ന് യാത്രയൊക്കെ കഴിഞ്ഞ്, അദ്ദേഹം ജൂത പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ വാപ്പയമ്മി അത്ര വലിയ പണ്ഡിതനൊന്നല്ല, പക്ഷെ മകൻ പഠിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ അബ്രാനി, ആറാമി ഭാഷകളൊക്കെ വാപ്പന്റെ ഉമ്മന്റെ നിർബന്ധത്തിന് അദ്ദേഹം പഠിച്ചതാണ്. ഖുർആൻ അദ്ദേഹം വായിച്ചിരുന്നു, ബൈബിൾ അദ്ദേഹം വായിച്ചിരുന്നു. എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. യാത്രയൊക്കെ കഴിഞ്ഞു വന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖുർആൻ എടുത്ത് മറിച്ചു നോക്കിയപ്പോ ഞാൻ ഓതി കേൾപ്പിച്ച സൂറ ഖുർആനിലെ
102-ാമത്തെ അധ്യായം സൂറത്ത് തക്കാസുർ, അൽഹാക്കും അത്തക്കാസുർ എന്നറിയപ്പെടുന്ന അധ്യായം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ തക്കാസുർ അത് ശരിക്കത് മലയാളത്തിൽ പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാവില്ല, മനുഷ്യന്മാരെ മുഖത്തുക്ക് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അദ്ദേഹം ആ മനുഷ്യരുടെ മുഖത്ത് കണ്ട കൃത്യമായ ആ ഭാവത്തിന്റെ ട്രാൻസ്ലേഷനായിട്ട് അദ്ദേഹത്തിന് തോന്നി തക്കാസുർ എന്ന് പറയുന്ന വചനം. അത് അദ്ദേഹത്തിന്റെ ഇസ്ലാമിന് കാരണമായി എന്ന് വരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഖുർആൻ പഠിച്ചു. 26-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മുസ്ലിം ആകുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് അസദ്. കേട്ടിട്ടുണ്ടാവും. മുഹമ്മദ് എന്ന് അദ്ദേഹം സ്വന്തം സ്വീകരിച്ച പേരാണ്. ലിയോപോൾഡ് എന്ന് പറയുന്നതിന്റെ അറബിയാണ് അസദ്, സിംഹം എന്നർത്ഥം വരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം മുഹമ്മദ് അസദ് എന്ന പേര് സ്വീകരിച്ചത്. അങ്ങനെ അദ്ദേഹം മക്കത്ത് പോയി. അവിടെയും ഒരുപാട് കാലം കാട്ടറബികളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്, അറബി ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട്. ഹദീസുകൾ അദ്ദേഹം ഒരുപാട് ക്രോഡീകരിച്ച് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദി റോഡ് ടു മക്ക, മക്കയിലേക്കുള്ള പാത എന്ന പേരിൽ കാരശ്ശേരി മാഷ് അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിലുണ്ട് മക്കയിലേക്കുള്ള പാത. ഒരുപാട് ആളുകൾക്ക് വെളിച്ചം കിട്ടിയ ഒരു ഗ്രന്ഥം എന്നാണ് അതിനെപ്പറ്റി പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ തക്കാസുർ എന്നത് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയും പെരുമ നടിക്കുക. അങ്ങനെയൊന്നും പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവില്ല. പെരുമ നടിക്കുക, ഒരു അഹംഭാവം നടിക്കുക, ഞാൻ തന്നെയാണ് വലിയ ആള് തോന്നുക, മറ്റുള്ളവനേക്കാൾ ഞാനിങ്ങനെ വലിയ ഒരാളാണ് എന്നൊക്കെ തോന്നുക എന്നതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ആശയം. അതുകൊണ്ട് ആർക്കും ആരോടും ഒന്നുമില്ല, കടപ്പാടുകളില്ല. തന്നേക്കാൾ തന്റെ മുമ്പിലുള്ളവനേക്കാൾ കുറച്ച് വലിയ ആള് ഞാൻ തന്നെയാണെന്നൊരു തോന്നലുണ്ടാവുക, അതനുസരിച്ച് പെരുമാറുക, തന്റെ ആ വേഷഭൂഷ ഭാവാദികളൊക്കെ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുക, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞതാ അൽഹാക്കും അത്തക്കാസുർ, ഈ ഒരു തക്കാസുർ നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. എന്തിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ട് എന്നും പറഞ്ഞിട്ടില്ല. അധികവും തക്കാസുർ നടത്ത് സമ്പത്തിലാണ്, സന്താനങ്ങളിലാണ്, ജീവിതത്തിലാണ്, ജോലിയിലാണ്, വീട്ടിലാണ്, ഭക്ഷണത്തിലാണ്, ആരോഗ്യത്തിലാണ്, എല്ലാം ഒരു തക്കാസുറാണ്. അതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യരൊക്കെ ഈ ഒരു പൊങ്ങച്ചം കാണിക്കുക, പെരുമ കാണിക്കുക. ഇത് മനുഷ്യരുടെയൊക്കെ ഒരു സ്വഭാവം. അതാണ് എന്റെ വീട് മറ്റവന്റെ വീടിനേക്കാൾ നന്നാവണം, വലിയതായിരിക്കണം. എന്റെ ആരോഗ്യം മസില് മറ്റവനേക്കാളും ഉഷാറാവണം. മറ്റോ നടത്തിയ കല്യാണത്തിനേക്കാളും, അങ്ങനെയാണല്ലോ ഓരോന്നുണ്ടാണ്. ഇങ്ങനെയാണ് മറ്റോ നടത്തിയ കല്യാണത്തിനേക്കാളും വലിയ കല്യാണം ഞാൻ നടത്തണം, മറ്റോ വാങ്ങിയ വണ്ടിയേക്കാളും നല്ല വാഹനം എനിക്ക് വാങ്ങണം. കാര്യമൊന്നുമില്ല. കാരണം അത് തക്കാസുറായിട്ട് മനസ്സിലാക്കിയാൽ മതി. വാഹനം എന്ന് പറഞ്ഞാൽ പട്ടാമ്പിയിൽ നിന്ന് വളാഞ്ചേരിക്കെത്താൻ ഒരു വസീല. ചില അറബി സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവര് പറയാം അൽ മർക്കബു അല്ല സയ്യാറ വസീലത്തുൻ ലൈസത്ത് ഗായ. അതൊരു വസീലയാണ്, ഒരു മീഡിയയാണ്. അത് ലക്ഷ്യമല്ല, ഗായത്തല്ല. അത് ഏത് വാഹനത്തിൽ പോന്നാലും എത്തും. പക്ഷെ മറ്റോ വാങ്ങിയ വാഹനം അങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ. അതിന് കടം വാങ്ങിയാലും കുഴപ്പമില്ല, മനുഷ്യരെ ദ്രോഹിച്ചാലും കുഴപ്പമില്ല, നാട് മുഴുവൻ മുടിപ്പിച്ചാലും കുഴപ്പമില്ല,
ഞാൻ വലിയവനായി സമൂഹത്തിൽ അഭിനയിക്കപ്പെടണം. ആലോചിച്ചോക്ക്, ഒരുപാട് ആളുകൾ എല്ലാം അങ്ങനെയാണ്. പലതും പോയിപ്പെടും. ഇപ്പൊ രാജേരി 592 ഗ്രാമോ പവനോ പണ്ടം കൊണ്ടിട്ട് ആ ജുമ്മ എന്ന് പറഞ്ഞ ചെറിയ പെൺകുട്ടിയുടെ അടുത്ത് കൊടുത്തിട്ട് സ്വീപ്പായി. പൊങ്ങച്ചം ഒക്കെ വേറെ വിഷയങ്ങളാണ്. മറ്റവനേക്കാളും വലുതാവണമെന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടോ? നോക്കിങ്ങള്, ഒക്കെ സമമല്ലേ? ജനിക്കുമ്പോ എല്ലാവരും ഒരേപോലെയാണ്. എല്ലാ മുതലാളി കഴിയുമ്പോൾ അടവാച്ച കിട്ടിയിട്ടൊന്നല്ല ജനിക്കുന്നത്. എല്ലാ മുതലാളിയും ജനിക്കുമ്പോ ഒരേപോലെ. ഇങ്ങനെ കണക്കൂട്ടേക്ക് മരിക്കുമ്പോഴും ഒരേപോലെ. മുതലാളി വെച്ചിട്ട് പട്ടുപൊഴിഞ്ഞു കൊണ്ടുപോകുന്നില്ല. വിശന്നാൽ ഒരേപോലെ, വയറ് നിറഞ്ഞാൽ ഒരേപോലെ, ഉറങ്ങിയാൽ ഒരേപോലെ, മരിച്ചാൽ ഒരേപോലെയാണ്. പിന്നെന്തിന്? ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങളുടെ പൊങ്ങച്ചും പെരുമയും എണ്ണി എണ്ണി നിങ്ങൾ മഖ്ബറയിൽ വരെ പോയി എണ്ണുകയാണ്. ചില മനുഷ്യന്മാര് മഖ്ബറയൊന്നും വിടൂല. ഓന്റെ വാപ്പാക്ക് വെച്ചതിനേക്കാളും വലിയ മീസാങ്കല്ല് എന്റെ വാപ്പാക്ക് വെക്കണം. ടൈം അങ്ങനെ എക്സ് അസിസ്റ്റന്റ് പ്രൊഫസർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എവിടെ പള്ളിത്തോടില്ല എഴുതിയേക്കാണ്. എന്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ പള്ളിത്തോടില്ല? നമ്മളിവിടെ കുറവാണ്. ഈജിപ്തിലൊക്കെ പള്ളിത്തോടിൽ നിറച്ച് പേരും അഡ്രസ്സുമാണ്. നമ്മളിവിടെ എന്തെങ്കിലും നമ്മുടെ മനുഷ്യൻ കേൾക്കാൻ പറ്റാത്തൊരു കുടിപ്പേരും ഉണ്ടാവും. അത് എഴുതി വെച്ചിട്ട് അവിടെ പള്ളിത്തോടിൽ കൊമ്പും തുമ്പിക്കൈയൊക്കെ വെച്ച് മാർബിളും ഗ്രാനൈറ്റും എന്താണോ വലുത് ഒക്കെ വെച്ച് പേര് കൊത്തി വെക്കലാണ്. ആവശ്യമുണ്ടോ? ഖബറാണെന്ന് അറിയാൻ വേണമെങ്കിൽ അടയാളം വെച്ചാൽ മതി. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വേറെ വകുപ്പ്. ഇത് കണ്ട ഖബറാണെന്ന് അറിയണം. ഒരു മനുഷ്യനെ മറവീതാന്ന് അറിയണം. മരിച്ച ഒരേപോലെയാണ്. ബനു അബ്ദുമനാഫ്, ബനു സഹം, രണ്ട് ഗോത്രം തമ്മിൽ പെരുമ നടിച്ചു. അവസാനം എണ്ണി വെക്കുമ്പോ കുറെ നേതാക്കന്മാരും അണികളൊക്കെ ഉള്ളത് ബനു അബ്ദുമനാഫിന്റെ കുടുംബത്തിലാണ്. ജയിച്ചു. ബനു സഹം തോറ്റു. ബനു സഹം പറഞ്ഞു, മരിച്ചോല്ലി എണ്ണണം. ആയിക്കോട്ടെ, പോയിട്ട് പള്ളിത്തോട് പോയിട്ട് എണ്ണ. ഹത്താ സുർത്തുമുൽ മഖാബിർ. അല്ലാഹു തആല സൂറത്തിറക്കാണ്. ഒരു അവതരണ കാരണം അതാ പറയണത്. മക്കിയ സൂറത്ത് എന്ന് പറഞ്ഞ ആളുകള് ഈ സൂറത്ത് മക്കിയയാണെന്നും പറയുന്നുണ്ട്, മദനിയയാണെന്നും പറയുന്നുണ്ട്. മക്കിയ സൂറത്ത് എന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞത് ഇവര് പോയിട്ട് പള്ളിത്തോട് പോയിട്ട് എന്ന് ഖബർസ്ഥാൻ, പള്ളിത്തോട് എന്ന് പറയണ്ട, ഖബർസ്ഥാനിൽ പോയിട്ട് മരിച്ചവരെ എണ്ണാൻ തുടങ്ങി. അൽഹാക്കും അത്തകാസുർ, ഈ ഒരു പെരുമ നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ, മരിച്ചോലെ പോലും നിങ്ങളെ പൊങ്ങച്ചത്തിൽ കൂട്ടിയിട്ട് നിങ്ങൾ വിടുന്നില്ല. മരിച്ചു പോയാലും നിങ്ങൾ അവരുടെ ഡിഗ്രിയും ജോലിയും ഒക്കെ മീസാൻ കല്ലിൽ എഴുതി വെക്കുന്നു. അത്രയധികം പൊങ്ങച്ചം. ഇന്ന സ്ഥലത്ത് തന്നെ ഖബർ വേണം. കുടുംബ സ്വത്തായിട്ട് ഒരു ഭാഗം വള്ളിത്തൊടുവിലിട്ട് ഇട്ടുവെക്കുന്നു. ഇതൊക്കെ പല ജാതി മനുഷ്യന്മാര് ചെയ്യുന്നു എന്നാണ്. എന്തിൽ നിന്ന് അശ്രദ്ധമാക്കി? പരലോക ജീവിതം, പരലോകം, ഖബർ, ഈ നൈമിഷികമായ ജീവിതത്തിന് വേണ്ടി പെരുമ നടിച്ചു നടക്കാൻ. അല്ലാഹു റസൂൽ പറഞ്ഞു, ഈ ആയത്ത് ഇങ്ങനെ ഓതിയിട്ട് പറയാ, യഖൂലുൽ അബ്ദു മാലി മാലി, മനുഷ്യർ പറയും എന്റെ സ്വത്ത്, എന്റെ സ്വത്ത്, എന്റെ സ്വത്ത്. വലൈസ ലക ഇല്ലാ മാ അകൽത വഅഫ്നൈത, നിനക്കുള്ളത് നീ തിന്ന് നശിപ്പിച്ചത് മാത്രമാണ്. തിന്നാൽ നമ്മുടെ മുതലാണ്. രാവിലെ നാസ്തയൊക്കെ ഉണ്ടല്ലോ, പുട്ടും കടലയാണെങ്കിൽ അത് ഇന്റേന്ന് എനിക്ക് പറയാൻ പറ്റും. നിങ്ങളൊക്കെ എന്താ കഴിച്ചാ, നിങ്ങൾ കഴിച്ചത് എന്താ വെച്ചാൽ അതൊക്കെ നിങ്ങളുടെയാണ്, ഒറിജിനൽ, ഉറപ്പാണ്, ആര്യല്ല, നിങ്ങളുടെ സ്വന്തം ഉടമസ്ഥാവകാശത്തിലുള്ളതാണ്. ജുമാ കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കുറെ സാധനങ്ങൾ, അത് നമ്മുടേതാണെന്ന് പറയാനായിട്ടില്ല. ആ മനുഷ്യൻ വന്നത്രയുള്ളൂ.
അത് നമ്മുടേതാണെന്ന് പറയാനായിട്ടില്ല. തിന്ന് നശിപ്പിച്ചാൽ നിന്റേതാണ്. നീ ധരിച്ച് ഒഴിവാക്കിയത് നിന്റേതാണ് എന്ന് നിനക്ക് പറയാം. ധരിച്ച് ഒഴിവാക്കിയത്, ഇട്ടുകൊണ്ടിരിക്കുന്നത് പറ്റൂല. അത് ചിലപ്പം എത്തിങ്ങാനെ കൊടുക്കേണ്ടി വരും. മൻഫലൂത്തി പറഞ്ഞില്ലേ, രാവിലെ ഷർട്ട് ഞാൻ ധരിച്ചു, എന്റെ കൈ കൊണ്ട് അതിന്റെ ബട്ടൺ സഹിക്കുമോ, മയ്യത്ത് കുളിപ്പിക്കുന്നവൻ അതിന്റെ ബട്ടൺ സഹിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. അറിയില്ല, ഉറപ്പാണ്. എന്തൊക്കെ പ്ലാൻ ചെയ്താൽ. അപ്പൊ എടുത്തു വെച്ചതുണ്ടല്ലോ, നമ്മുടേതല്ല, ഉടുത്ത് ഒഴിവാക്കി. പിന്നെ ഒന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വന്നിട്ടുണ്ട് ഹദീസിൽ, സ്വതക്ക ചെയ്തതും നിന്റേതാണ് എന്ന് നിനക്ക് പറയാം. കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ വന്നപ്പോ 10 റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 റുപ്യ നമ്മുടേതാണ്. 10 റുപ്യക്ക് എന്തെങ്കിലും വാങ്ങി തിന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടേതാണ്. എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിയെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതും നമ്മുടേതാണ്. ചില ഹദീസ് റിപ്പോർട്ടിൽ അങ്ങനെ കാണാം. ഈ പറഞ്ഞതല്ലാത്തതൊക്കെ ദാഹിബുൻ, അത് നഷ്ടപ്പെടുന്നതാണ്. താരിഖുൽ ലിന്നാസ്, മറ്റുള്ളവന്റെ വേണ്ടി നീ ഒഴിവാക്കി പോകുന്നതാണ്. കയ്യിൽ കാശുണ്ടെങ്കിൽ ആ കാശ് നിന്റേതാകുന്നില്ല. മഹാന്മാര് പറഞ്ഞതാണ്. കയ്യിൽ കാശുണ്ടെങ്കിൽ ആ കാശ് നിന്റേതല്ല. ആ കാശ് നിന്റേതാകുന്നത് നീ അത് ചെലവഴിക്കുമ്പോഴാണ്. ആലോചിച്ചു നോക്കൂ. ഒന്നുമില്ല, മനുഷ്യൻ പരലോകം മറന്ന് ജീവിക്കാൻ വളരെ കുറഞ്ഞ കാലം ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടി എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. വെറുതല്ല നേരത്തെ പറഞ്ഞ മുഹമ്മദ് അസദ് മനുഷ്യരുടെ മുഖം വായിച്ചെടുത്തത്. തന്റെ പൊങ്ങച്ചം കൊണ്ട് പലപ്പോഴും മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കാൻ അവൻ തയ്യാറാകുകയാണ്. അതുകൊണ്ട് അൽഹാഖുമുത് തകാസുർ, ഈ പെരുമ നടിക്കലും. അല്ലാഹു പറയുന്നു, അന്നമൽ ഹയാത്തുദ് ദുനിയ, മനുഷ്യരെ നിങ്ങൾ അറിയണം, ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ അത് ലൈബുൻ വലഹുൻ, അത് വിനോദമാണ്, കളിയാണ്, ലഹുവാണ്. ലഹുവ് എന്ന് പറഞ്ഞാൽ അൽഹാഖും, അശ്രദ്ധമാക്കൽ. ലഹുവ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലോ ആഖിറത്തിലോ കാര്യമില്ലാത്ത കാര്യത്തിനാണ് ലഹുവ് എന്ന് പറയാം. മനസ്സിലായില്ലേ? ലഅബ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദുനിയാവ് കാര്യം ഉണ്ടാവും. പന്ത് കളിക്കുകയാണ്, നമുക്ക് ആരോഗ്യം ഉണ്ടാവും, നല്ലതാണ്. കളിക്കുകയാണ്. ഈ കളി കാണുന്ന കുറെ മനുഷ്യന്മാരുണ്ട്, അനങ്ങാൻ വയ്യാതെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പിടിച്ചിട്ട് പിന്നെ ഇരുന്നിട്ട് കാണുകയാണ്. ദുനിയാവും ഇല്ല, ആഖിറവും ഇല്ല. ദുനിയാവും ആഖിറവും ഇല്ലാത്ത പ്രവർത്തനങ്ങൾ, അതിനാണ് ലഹ്വ് എന്ന് പറയാം. അതാണ് ഐഹികമായ ജീവിതം. വസീനത്തുൻ, അത് ആഡംബരമാണ്. വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിലെ പരസ്പരമുള്ള ഫഖ്ർ, ദുരഭിമാനം നടിക്കലാണ്. വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിലും സന്താനങ്ങളിലുമൊക്കെ പെരുപ്പിച്ച് കാണിക്കലാണ് തകാസുർ. അൽഹാക്കും അത്തകാസുർ, ഇവിടെ പറഞ്ഞ തകാസുർ അതാണ്. പക്ഷെ എത്രയുള്ളൂന്നറിയോ? കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു, അതൊരു മഴ പോലെയാണ്. ആ മഴയത്ത് ചെടികൾ, കൃഷികളൊക്കെ ഉണ്ടായപ്പോ കർഷകർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. സുമ്മയഹീജു, പിന്നത് വലുതാകും. ഫതറാഹു മുസ്ഫറ, പിന്നത് മഞ്ഞ നിറമാകും. സുമ്മയകൂനു ഹിതാഹുതാമ, പിന്നെ അതിനെ കൊയ്തെടുക്കും. മാ അന്ത ഇല്ലാ കസ്റഇൻ ഇൻദ ഖുദ്റതിഹി, മനുഷ്യ നീ ഒരു കൃഷിയാണ്, അത് പച്ച പിടിക്കും. അപ്പോ ഫബികുല്ലി ശൈഇൻ മിനൽ ആഫാത്തി മഹ്ഫൂളു, എല്ലാം കൊടുത്ത് നിന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി മെനക്കെടും. പക്ഷേ വഅന്ത, നീ എന്ന് പറയുന്നത് മുഴുവൻ അങ്ങോട്ട് പൂർണ്ണമായാൽ ഫഅന്ത ഇൻദ കമാലിൽ അംരി മഹ്സൂദു, കാര്യം പരിപൂർണമായി കഴിഞ്ഞാൽ നിന്നെ കൊയ്തെടുക്കുക തന്നെ ചെയ്യും. കൃഷി നോക്കൂ, എന്തെല്ലാം സംരക്ഷണങ്ങൾ കൃഷിക്ക് നൽകും. വളമിടും, കളപറിക്കും,
ഒക്കെ ചെയ്യും. പക്ഷേ എത്ര പൈസ കൃഷിക്കിറക്കിയിട്ടുണ്ടെങ്കിലും വിളവെടുപ്പ് സമയത്ത് അത് കത്തിവെക്കാൻ, അരിവാള് കൊണ്ട് കൊയ്തെടുക്കാൻ നമുക്കൊരു മടിയില്ലല്ലോ. അതുപോലെ മനുഷ്യൻ കിഡ്നി പോയാലും ലക്ഷങ്ങൾ കൊടുത്തിട്ട് മാറ്റിവെക്കാൻ ശ്രമിക്കും, എങ്ങനെയെങ്കിലും അവന്റെ ജീവൻ കിട്ടാൻ. എന്നിട്ട് എന്താ കാര്യം? കുറച്ചു കഴിഞ്ഞാൽ ഓനും മരിച്ചു പോവും. നോക്കൂ, ഒരു മഴയിലുണ്ടാകുന്ന ഒരു ചെറിയ പുതുമ, ഇത്രയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം കാണുന്നില്ലേ, നമ്മൾ കേൾക്കുന്നില്ലേ? എത്ര വായിച്ചു, എത്ര അറിഞ്ഞു, എത്ര ദുരന്തങ്ങൾ പിടികൂടി, എന്നിട്ടൊന്നും മനുഷ്യൻ ഇതിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ചിന്തയും ഇല്ല എന്നതാണ്. അതുകൊണ്ട് അൽഹാക്കും അത്തക്കാസുർ, ഈ തക്കാസുർ നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ. മുഫസ്സിറുകൾ അർത്ഥം പറഞ്ഞു, ഈ തക്കാസുർ പോയി പോയി നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങൾക്കതുണ്ടാകും. മഖ്ബറ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയിട്ട് ഖബറിൽ എത്തുന്നത് വരെ നിങ്ങൾക്ക് ഈ തക്കാസുർ ഉണ്ടാകും. അൽ കഹ്ഫില് 2 മനുഷ്യന്മാരെ പറ്റി പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ഓതണം നമ്മൾ പറഞ്ഞു, ജുമാക്ക് നമുക്കൊക്കെ അറിയാം, ഓതാറുണ്ട്, നമുക്കറിയാം. വളിരിബ് ലഹും മസർ റജുലൈൻ, 2 മനുഷ്യരുടെ അവസ്ഥ അല്ലാഹ് പറയുന്നുണ്ട്. വെള്ളിയാഴ്ച ഓതിയാൽ നമുക്ക് ഓർമ്മ കിട്ടും. വളിരിബ് ലഹും മസർ റജുലൈൻ ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈൻ മിൻ നഖീലിൻ വഅനാബ്. 2 മനുഷ്യന്റെ ഉദാഹരണം. ഒരാൾക്ക് നന്നായിട്ട് തോട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊടുത്തു. വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർആ, നല്ല ഈന്തപ്പനത്തോട്ടം, നല്ല കൃഷി. മറ്റോ പാവം ഒന്നുമില്ല. ഈ ഉള്ള മനുഷ്യന്റെ പെരുമ ഈ പാവപ്പെട്ട മനുഷ്യനെ തന്റെ കൃഷി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ പോരെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. നമ്മളുണ്ടാവുമല്ലോ സാധു, ഒരു 10 പെരേ കിടക്കണ മനുഷ്യനെ കൊണ്ടുപോയിട്ട് അലോക്കിന്റെ കൊട്ടാരം കയറ്റിട്ട് കുടിരിക്കലിന്റെ പണി തന്നെ ഓനക്ക് ഇവന്റെ കക്കൂസും കുളിമുറിയും കാണിച്ചു കൊടുക്കലാണ്. ഇവന്റെ കക്കൂസിന്റെയും കുളിമുറിന്റെ അടുത്ത് അത്ര പോലും ഈ ഇതിന്നൊക്കെ ഒന്ന് മാറി നിന്നോടെ മനുഷ്യന്മാർക്ക്. ഇവന്റെ കക്കൂസിന്റെയും കുളിമുറിന്റെ അത്ര ഓൻ പാർക്കണ പെരണ്ടാവൂല. എന്നിട്ട് പൊങ്ങച്ചം കാണിക്കാൻ ഇവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അൽ കഹ്ഫിൽ അതാ പറഞ്ഞത്, ഈ സാധുവിനൊന്നുമില്ല. ഇതിങ്ങനെ പറയാവോ, ദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദ വമാ അളുന്നു അസ്സഅത ഖായിമതൻ വലഇൻ റുദിതു ഇലാ റബ്ബി ലാജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലിബ. എന്താ പറയണത്? ഇങ്ങോട്ട് നോക്കൂ, ഇതിൽ കയറാണ്. ദഖല ജന്നതഹു ളാലിമുൻ എന്ന് പറയാ, മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദ. ഇതൊന്നും പെട്ടെന്ന് നശിച്ചു പോവില്ല. കാരണം കമ്പി എന്ന് പറഞ്ഞാൽ 50 കൊല്ലത്തെ ഗ്യാരണ്ടിയാണ്. സിമന്റ് എന്ന് പറഞ്ഞാൽ മറ്റേ കമ്പനിയാണ്. ഇതൊക്കെ പെട്ടയ്യ വിറകയറ്റിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ പറയില്ലേ, അതല്ല പറയുന്നത്. തോട്ടാണെങ്കിലും അങ്ങനെ തന്നെ, ഇതാ മറ്റേതാണ്, ഇത് ഇവിടുന്ന് വന്നത്, ഇത് ഇവിടെ. അതുകൊണ്ട് പെട്ടെന്നൊന്നും നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയിപ്പോ വേറൊരു കാര്യം കൂടി ഉണ്ടോ, ഇതൊക്കെ ചിലപ്പം ഖിയാമത്ത് ഉണ്ടാവില്ലടാ. കാരണം ഇനിയിപ്പോ അഥവാ എനിക്ക് പരലോകത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയ അവിടെ ഞാൻ എന്തായിരിക്കും ഇതിലേറെ നല്ല കാര്യത്തിലേക്കാരെന്നാണ് അവന്റെ പറച്ചില്. കാരണം ഇവിടുന്ന് ഇപ്പോ ഞാൻ കുഴപ്പമില്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പൊ എനിക്ക് ഇതൊക്കെ ഉണ്ടായത്. ഇനി പരലോകത്ത് എന്തായാലും പറച്ചോ ഇങ്ങനെ ഒരു പരിഗണന എനിക്ക് തരുമെന്ന് ഈ സാധുവിനോട് ഇങ്ങനെ പറയാ. അപ്പൊ ഈ മനുഷ്യൻ പറയാ, അക്കഫറത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നത്ഫത്തിൻ സുമ്മ സവ്വാക റജുല ലാകിന്നഹു വല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദ. എടാ അങ്ങനെയൊന്നും പറയണ്ട. നിന്നെ ഒരു ചെറിയ ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് സൃഷ്ടിച്ച് നല്ലൊരു മനുഷ്യനൊക്കെ ആക്കിയിട്ട് ആ റബ്ബിനെ നന്ദികേട് കാണിച്ചുകൊണ്ട് ഇതൊന്നും പറയരുത് കേട്ടോ. വലൗലാ ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദ. നേരത്തെ എന്താ പറഞ്ഞത്? അന അഅസ്സു മിൻക മാലൻ വവലദാണ് അവിടെ പറഞ്ഞത്. അന അഅസ്സു മിൻക മാല, നിന്നേക്കാൾ സമ്പത്തും ഇസ്സത്തും എനിക്കുണ്ട്. അപ്പൊ ഇവിടെ പറയാ
നീ എന്നെ കാണുന്നത് അഖല്ലു മിൻക മാലം വലദ, നിന്റെ അത്ര ഇസ്സത്തും നിന്റെ അത്ര സമ്പത്തും നിന്റെ അത്ര മക്കളൊന്നും ഇല്ലാത്തവനായിട്ട് നീ എന്നെ കാണുന്നുണ്ടെങ്കിലും വിനീതനായ എനിക്കൊരു അഭിപ്രായമുണ്ട്. അതെന്താണ്? ഇങ്ങനെയൊന്നും പറയരുതേ എന്നുള്ളൊരു വിനീതമായ അഭിപ്രായമെങ്കിലും എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോഴും അവന്റെ പൊങ്ങച്ചം അവനെ പിന്നെ നിലക്കാൻ സമ്മതിക്കില്ല. അവനത് അങ്ങനെ പറയാം. നിങ്ങൾ അൽക്കഫെടുത്തൊന്ന് വായിച്ചു നോക്കണം. ഇതിന്റെ ഭാഗമായിട്ട് അൽക്കഫിന്റെ പരിഭാഷയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. പടച്ചോൻ നേരാണ് പറഞ്ഞു തരാണ്. അവസാനം എന്തുണ്ടായെന്നറിയോ? ഇവനിങ്ങനെ പോയപ്പോ അവന്റെ തോട്ടം ഒന്നാകെ നശിച്ചു. അവൻ പറയേണ്ടത് എന്തായിരുന്നു? മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. എഴുതിച്ച പോരാ, അതൊരാശയമാണ്. നിന്റെ തോട്ടത്തിൽ നിന്ന് കയറുമ്പോ എന്തുകൊണ്ട് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല? അങ്ങനെ നമ്മൾ പറയേണ്ടത്. നമുക്കൊരു അനുഗ്രഹം ഉണ്ടായി, എന്താ പറയേണ്ടത്? മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. മറ്റോ നമ്മളോട് കാര്യം പറഞ്ഞു, മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. അറബികൾ കണ്ടിട്ടില്ലേ? അവര് പറയും മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് അലൈക്, മാഷാ അല്ലാഹ് മബ്റൂക്ക്, മാഷാ അല്ലാഹ് മബ്റൂക്ക്. ആയിരിക്കണം മശീഅത്തൻ. തമാശക്കും കാര്യത്തിനും പറയാൻ പറ്റില്ല. മശീഅത്തൻ, അള്ളാന്റെ മശീഅത്ത് കൊണ്ട് എനിക്കങ്ങനെ കിട്ടി. അള്ളാന്റെ മശീഅത്ത്, നല്ലൊരു വീട് വെച്ചു, നല്ലൊരു വാഹനം വാങ്ങി, പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി, നമ്മൾ പറയാം ബിസിനസ് നല്ല വിജയം കിട്ടി, മാഷാ അല്ലാഹ്. അത് അള്ളാഹ് തൽക്കാലം മാത്രം അനുഗ്രഹിച്ചുകൊണ്ട് എനിക്ക് തന്നതാണ് എന്നാണ്. അങ്ങനെ അവസാനം ഇത് ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ, ഒന്നാകെ പൊളിഞ്ഞ് തരിപ്പണമായി. പെട്ടെന്നൊരു കൊടുങ്കാറ്റ് പോലെ വന്നിട്ട് ഇവന്റെ കൃഷികൾ മുഴുവനും നശിച്ചുപോയി. യഖൂലു യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദാ, ഞാൻ റബ്ബിൽ ആരെയും പങ്കു ചേർത്തില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ വിലപിച്ചു. അവൻ ആരെ പങ്കു ചേർത്തത്? മമ്പ്രന്തങ്ങളെയും മൊയ്തീൻ ശേഖനൊന്നല്ല, അവനെ തന്നെയാണ് പങ്കു ചേർത്തത് എന്നാണ്. കാരണം ഞാൻ എന്റെ കഴിവ്, എന്റെ അറിവ്, ഖാറൂൻ മുതലാളി പറഞ്ഞില്ലേ, ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഇതൊക്കെ എന്റെ അറിവ് കൊണ്ട്, വിവരം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പം വിനയം ആവശ്യമാണ്. മഹാനായ ഇബ്നു ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് പറയാ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിനക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ഇന്നക ഖറജ്ത മിൻ മഖ്റജിൽ ബൗലി മറത്തൈൻ. ഏവനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മനുഷ്യൻ ആരാണ്? ഒരു മൂത്രദ്വാരത്തിലൂടെ 2 പ്രാവശ്യം പുറത്തു വന്നവനാണ്. ശരിയിരിക്കണ്ടല്ലോ. മൂത്രദ്വാരം വൃത്തിയാക്കി കൊണ്ടെടുക്കേണ്ട സ്ഥലമാണ്, വൃത്തികേടിന്റെ കേന്ദ്രമാണ്. അതിലൂടെ 2 പ്രാവശ്യം പുറത്തേക്ക് വന്നപ്പോൾ ആ ഒരു മനുഷ്യനുണ്ടായത്. അതോടൊപ്പം നീ വഹിച്ചു നടക്കുന്നത് നജിസാണ്, മാലിന്യമാണ്. അതിനൊരു ഗ്യാസ് പുറത്തേക്ക് വന്നാൽ തന്നെ സഹിക്കാൻ കഴിയൂല. ഒരു 4 ഓട്ടം നിൽക്കാതെ പോയാലോ ഗ്ലൂക്കോസേറ്റ് പിന്നാലെ 2 ആൾ നടക്കേണ്ടി വരും. ആക്കി മനുഷ്യന്റെ ഒരു നിസ്സഹായത. ഞാനൊക്കെ പറയണ്ട, ഈ കാട്ടത്തിന്റെ ബലത്തുമ്പോ ഇപ്പൊ നമ്മളൊക്കെ നിൽക്കണത് എന്നുള്ളത്. ഇതും കൂടി ഇല്ലെങ്കിൽ, വയറ്റിൽ അതും കൂടി ഇല്ലെങ്കിൽ, ഗ്ലൂക്കോസും കുപ്പിയും ഇതൊക്കെ ആയിട്ട് നടക്കണം പിന്നാലെ. നമുക്ക് ഒന്നിനും കഴിയില്ല, സംസാരിക്കാൻ പോലും കഴിയില്ല 4 ഓട്ടം വയറ്റെന്ന് പോയാലേ. ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണ് ഈ പറയുന്നത്. പക്ഷെ ഇത് മനുഷ്യൻ ഓർക്കണില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് വന്നാസു നിയാം, മനുഷ്യരൊക്കെ ഉറങ്ങാൻ, എല്ലാരും ഉറങ്ങാൻ. പക്ഷെ വൈദാ മാതു ഇൻദബഹു, മരിച്ചു കഴിഞ്ഞാൽ അവൻ ഉണരും. അപ്പോൾ മനസ്സിലാവും മരിക്കൊന്നും വേണ്ട. നമുക്കൊക്കെ പലതിനും സമയമില്ല, നമ്മളൊക്കെ തക്കാസുകൾ നടക്കുകയാണ്. അത് എത്ര ഖുതുബ കേട്ടിട്ടും കാര്യമില്ല, പ്രസംഗം കേട്ടിട്ടും കാര്യമില്ല. അതൊക്കെ പറയാനല്ലാതെ ഇതിനൊന്നും മനുഷ്യന്റെ ഒരു മാറ്റം ചിലപ്പോ എനിക്കും ഇങ്ങൾക്കൊന്നും സംഭവിക്കണില്ല. അത്ഭുതമാണ്. അത് മനുഷ്യനായതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, നമ്മൾ ഇടയ്ക്കിടക്കൊക്കെ ഒന്ന് വിചിന്തനത്തിന് തയ്യാറാകണം എന്ന് പറഞ്ഞത്. മരിച്ചാൽ മനുഷ്യൻ ഉണരും. ലഖദ് കുന്ത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക, ഖുർആന്റെ ആയത്ത്. ഫബസറുക അൽയൗമ ഹദീദ്, നീ ഈ കാണുന്ന ഒരുപാട് സംഗതികൾ കാണും. നീ ഇതിൽ നിന്നൊക്കെ അശ്രദ്ധനായിരുന്നു. പക്ഷേ ഇന്ന് നിനക്കിതെല്ലാം കാണുന്നുണ്ട്. സ്വർഗം കാണുന്നുണ്ട്, നരകം കാണുന്നുണ്ട്,
സിറാത്ത് പാലം കാണുന്നുണ്ട്, എല്ലാം കാണും. കല്ലാ ലൗ തഅലമൂന ഇൽമുൽ യഖീൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞതിൽ തറവുന്നൽ ജഹീം, ഒക്കെ കാണുന്നതാണ്. ജഹീം ഒക്കെ നിങ്ങൾ കാണും, ഒക്കെ നിങ്ങൾക്ക് അറിയും. നമ്മളൊക്കെ യാത്രയിലാണ്, ബസ്സിൽ കയറിയിട്ട് സുഖമായി ഉറങ്ങി യാത്ര ചെയ്യാൻ പലതും നടക്കുന്നുണ്ട്. മറ്റോന്റെ തോൾക്ക് വീകുന്നുണ്ട്, ഓ അങ്ങനെ തട്ടിയാക്കുന്നുണ്ട്, മറ്റോ പിറുപിറുക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ നോക്കണില്ല. ബസ്സിന്റെ യാത്രയിൽ സുഖമായ ഉറക്കത്തിലാണ്. ഇടയ്ക്ക് ചിലരൊക്കെ ഇറങ്ങിപ്പോനുണ്ട്, വേറെ ആൾക്കാർ കയറുന്നുണ്ട്. ഇതല്ലേ ജീവിതം? വേറെ ആൾക്കാർ കയറുന്നുണ്ട്. അവിടെയൊക്കെ നോക്കിയാലും നമ്മള് ഉറക്കത്തിലാണ്. പക്ഷേ ബസ്സൊന്ന് നിർത്തിയാൽ, ഓട്ടം നിന്നാൽ അപ്പൊ നമ്മൾ ഉണരും. ചുറ്റുഭാഗം നോക്കുമ്പോൾ ചിലപ്പോൾ ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ അടുത്ത ആളുകൾ ചീത്ത പറയുന്നുണ്ടാവും. ഒക്കെ നമ്മൾ ഉണർന്നാലാണ് അറിയാം. അതാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, നമ്മളൊക്കെ ഉറങ്ങാൻ. അൽഹാക്കും അത്തകാസുർ ഹത്താ സുർതുൽ മഖാബിർ. മഖ്ബറയിലേക്ക് നോക്കൂ, ആരൊക്കെയാണ് പള്ളിക്കാട്ടിൽ? കോട്ടപ്പുറത്തെ പള്ളിയില് ഖബറിന്റെ മുകളിൽ പച്ച വിരിച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് ഒരു സഹോദരൻ എനിക്കത് അയച്ചു തന്നത്. ഞാൻ അദ്ദേഹത്തോട് മറുപടി അയച്ചു, ഇതിന്റെ തൊട്ട അടുത്ത സ്ഥലമാണ്. പക്ഷെ ആരൊക്കെ ഉണ്ട്? വാപ്പാരുണ്ട്, പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, കല്യാണം കഴിഞ്ഞവരുണ്ട്, കല്യാണം നിശ്ചയിച്ചവരുണ്ട്, പെരകേറ്റവരുണ്ട്, അതിൽ പാർക്കാൻ പറ്റാത്തവരുണ്ട്, കല്യാണം നിശ്ചയിച്ചിട്ട് കല്യാണം നടക്കാത്തവരുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് വീട് കൂടാത്തവരുണ്ട്, ഒരുപാട് പ്രതീക്ഷകളുള്ളവരുണ്ട്. ഹത്താ സുർതുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. അങ്ങനെയല്ല, തീർച്ചയായും നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാവും. ഉണരുമ്പോ മനസ്സിലാവും. ഉറങ്ങാൻ നമ്മളൊക്കെ ഉറങ്ങുമ്പോ പലതും നമ്മള് പിന്നെ കണ്ടില്ല എന്നടിക്കുഞ്ഞ്. കണ്ടാൽ തന്നെ മറ്റോ പിറുപിറുക്കുന്നുണ്ടെങ്കിലും തട്ടിയാക്കുന്നുണ്ടെങ്കിലും ആരുണർത്തുന്നുണ്ടെങ്കിലും അവരൊക്കെ നമ്മൾ അതിജയിക്കും. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ അല്ല കല്ലാ സൗഫ തഅലമൂൻ. വീണ്ടും തീർച്ചയായും നിങ്ങൾക്കിതൊക്കെ അറിയും. പണ്ഡിതന്മാര് പറഞ്ഞത്, ഒന്ന് കല്ലാ സൗഫ തഅലമൂൻ, ഖബറിലെത്തിയാൽ നിങ്ങൾ ഇതൊക്കെ അറിയും. ഖബറിലെത്തുമ്പോ എല്ലാവരും കൂടെ ഉണ്ടാവും. യത്ബഉൽ മയ്യിത സലാസ്, 3 കാര്യങ്ങൾ മയ്യത്തിനെ പിന്തുടരും. ഓന്റെ കുടുംബം ഉണ്ടാകും, ഓന്റെ സമ്പത്ത് ഉണ്ടാകും, ഓന്റെ അമലുണ്ടാകും. രണ്ടെണ്ണം മടങ്ങിപ്പോരും. അഹ്ലുഹു വമാലുഹു, സമ്പത്തും പിന്നെ അവന്റെ കുടുംബമൊക്കെ ഖബറിൽ മടങ്ങിപ്പോരും. വയബ്ഖാ അമലുഹു, അമല് മാത്രമേ ഉണ്ടാവൂ. രക്ഷപ്പെടാൻ കഴിയില്ല. ഖബർ കൊണ്ടുവച്ചാൽ നമ്മളെ എടുക്കും. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇഹ്തസ്സലഹു അർശുർ റഹ്മാൻ, റഹ്മാനായ നാഥന്റെ അർശ് പോലും ഇദ്ദേഹത്തിന് വേണ്ടി പ്രകമ്പനം കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹു പറയാ. ലമിൻദീലും മിൻ മനാദീൽ സഅദ് ഖൈറുൽ ലക മിന ദുനിയ വമാ ഫിഹാ. സഅദിന്റെ ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ മിന്ദിയിൽ ടവല് ദുനിയാവും അതിനേക്കാളും കൂടുതൽ ഖൈറുള്ളതാണെന്ന് പഠിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. സഅദ് റളിയല്ലാഹു അൻഹുനെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മറമാടിയിട്ട് പറയാ, വല്ലാഹി ഇന്നലിൽ ഖബരി ലളഗ്താ, ഖബറിൽ മയ്യിത്ത് കൊണ്ടുവച്ച ഖബറൊന്ന് എടുക്കും. ലൗ നജാ മിൻഹു അഹദുൻ ലനജാ മിൻഹു സഅദ്, ആരെങ്കിലും ഒരാള് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുമെങ്കിൽ സഅദ് റളിയല്ലാഹു അൻഹു രക്ഷ പ്പെട്ടിരുന്നു. കാരണം അമലുഹു, അമലാണ് കൂടെ ഉണ്ടാകുക. എല്ലാം അവന് ഖബറിലെത്തുമ്പോ അറിയും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നീട് നിങ്ങൾ അറിയും പരലോകത്തെത്തുമ്പോ. രണ്ടാമത്തെ എത്തൽ അവിടെയാണ്. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. പരലോകത്തെത്തുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവര് പറയും, റബ്ബനാ അബ്സർനാ വസമിഅനാ, പടച്ചോനെ ഇപ്പൊ ഞങ്ങളെല്ലാം കണ്ടു. സൂറത്തു സജ്ദ വെള്ളിയാഴ്ച രാവിലെ സുബഹിക്ക് ഓതുന്നതാണ്. റബ്ബനാ അബ്സർനാ, പടച്ചോനെ ഒക്കെ കണ്ടു. ഇതുവരെയൊക്കെ വയലു ഇട്ടിട്ടുള്ളൂ, ഇതുവരെയൊക്കെ വയലു ഇട്ടിട്ടുള്ളൂ. ഇൽമുൽ യഖീൻ കണ്ടോ? കല്ലാ ലൗ തഅലമൂന ഇൽമുൽ യഖീൻ, ഉറപ്പായിട്ടും നിങ്ങൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും അശ്രദ്ധമാക്കൂല. അതുകൊണ്ട് കുറച്ചൊക്കെ ശ്രദ്ധിക്കുക. അശ്രദ്ധയ്ക്കുള്ള പരിഹാരം ശ്രദ്ധയാണ്. എല്ലാ കാര്യവും നമ്മളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ എടുത്താൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ഒരുപാട് ടെൻഷൻ കുറയും, ഒരുപാട് മാനസിക രോഗം കുറയും, ഒരുപാട് ആശ്വാസം ഉണ്ടാവും, ഇബാദത്തുകൾ വർദ്ധിക്കും, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും, കുടുംബജീവിതം നന്നാകും. ഇതിനൊക്കെ പരിഹാരം ലൗ തഅലമൂന ഇൽമുൽ യഖീൻ,
ഒരു ഉറപ്പായിട്ടും ഈ കാര്യം ഒന്ന് അറിയാം. ഇതിങ്ങനെ ഉണ്ട്, അങ്ങനെ തോന്നിയാ പോരാ. ഇൽമുൽ യഖീൻ, ഉറപ്പായ അറിവ് നിങ്ങൾക്കൊന്ന് ലഭിച്ചിരുന്നുവെങ്കിൽ ഈ തകാസുർ നിങ്ങളെ അശ്രദ്ധമാക്കുമായിരുന്നില്ല. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരേ, ഈ സൂറത്തിന്റെ അടുത്ത ഭാഗം വളരെ പ്രധാനമുള്ളതാണ്. അതില് മനുഷ്യൻ പരലോകത്ത് കാണുന്ന നരകത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ അല്ലാഹു നൽകുന്ന നിഅമത്തുകൾ നന്ദി ചെയ്യണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ നമുക്ക് വിശദീകരിക്കാം. അതുപോലെ തന്നെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇന്ന് നമ്മുടെ 2ാമത്തെ വെള്ളിയാഴ്ചയാണ്. കേന്ദ്ര പള്ളി നിർമ്മാണ ഫണ്ടിലേക്കുള്ള സംഭാവനകൾ ഇന്നിവിടെ സ്വീകരിക്കുന്നുണ്ട്. എല്ലാവരും അതിൽ സഹകരിക്കണം. മറ്റൊരു കാര്യം, കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ പറഞ്ഞിരുന്നു, സഫുകളായിരിക്കാന്നതാണ്. ഖുതുബ വന്നു കഴിഞ്ഞാൽ മുന്നിലെ സഫുകൾ പൂർത്തിയാക്കുക. പിന്നെ എന്നാലേ അവിടുന്ന് നമ്മുടെ പള്ളിയുടെ ഇതങ്ങനെയാണല്ലോ, വേറെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് വരുന്നവരാക്കാരും ശ്രദ്ധിക്കണം. കുറെ ആളുകൾ ഇവിടെ ഇരിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. സ്ഥലം മുന്നിലേക്ക് കുറെ നടന്നു പോകണം എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഗൗരവമായി എടുക്കുക. വരുന്നവര് മുന്നിലെ അതാണ് സുന്നത്ത്. നമ്മൾ അത് പൂർത്തിയാക്കുക. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.